നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങൾ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് ജൂൺ 6-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. www.aimsexams.ac.in എന്ന വെബ്സൈറ്റിലാണ് റിസൾട്ട് വരുന്നത്. എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് അതിൽ ഉണ്ടാവുകയില്ല. അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് മാത്രമാണ് അതിൽ വരുന്നത്. മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ അതിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മെറിറ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അവരുടെ സ്വന്തമായ സ്കോർ കാർഡ് അവരുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. റിസൾട്ട് വന്നതിന് ശേഷം മറ്റ് ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം തരും. അതിനുശേഷമാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ആ സമയത്ത് തന്നെയാണ് കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഓപ്പൺ റൗണ്ട് ഇങ്ങനെ 3 റൗണ്ടുകളിലായിട്ടാണ് അലോട്ട്മെന്റ് ഉള്ളത്. അലോട്ട്മെന്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. കോളേജ് ലഭിക്കുന്ന കുട്ടികൾ മാത്രം ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്താൽ മതി. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യണം. ആ സമയത്ത് തന്നെ കോളേജുകൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം അതിന്റെ റിസൾട്ട്, അലോട്ട്മെന്റിന്റെ റിസൾട്ട് എയിംസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കുന്ന കുട്ടികൾക്ക് അലോക്കേഷൻ ലെറ്റർ അവരുടെ പ്രൊഫൈൽ പേജിൽ വരുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അതിൽ ഏത് ഡേറ്റിലാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നൽകേണ്ടത് എന്നും എത്ര ഫീസാണ് അടയ്ക്കേണ്ടത് എന്നും കൊടുത്തിട്ടുണ്ടാകും. അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അലോക്കേഷൻ ലെറ്ററിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് ഓർ ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്സ് അലോട്ട്മെന്റ് എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് സെക്കൻഡ് റൗണ്ട് സീറ്റ് അലോക്കേഷൻ എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ലഭിച്ചിരിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമാണ്, അടുത്ത സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജ് താല്പര്യമാണ്, എന്നാൽ രണ്ടാമത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ച കോളേജ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജ് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് അല്ല, രണ്ടാമത്തെ റൗണ്ടിൽ അതിലും നല്ല കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ലഭിച്ചിരിക്കുന്ന കോളേജിൽ, ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന കോളേജിൽ നേരിട്ട് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും അവിടെ നൽകിയാൽ മാത്രമേ രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ നൽകുന്നില്ല എങ്കിൽ ഡോക്യുമെന്റ്സിന്റെ എല്ലാം കോപ്പിയും 1,00,000 രൂപയുടെ DDയും നൽകണം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ നൽകിയാൽ മാത്രമേ 1,00,000 രൂപയുടെ DD തിരികെ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കില്ല. ആദ്യത്തെ റൗണ്ടിൽ കൊടുക്കുന്ന കോളേജുകൾ തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിലും നിലനിൽക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ലഭിച്ച കോളേജിൽ തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആ കോളേജ് അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ എല്ലാം ആദ്യം ലഭിച്ച കോളേജിൽ നിന്ന് രണ്ടാമത് ലഭിച്ച കോളേജിലേക്ക് അവർ തന്നെ അയക്കുന്നതാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റുകൾക്ക് ശേഷം സീറ്റുകൾ വേക്കൻസി വരികയാണ് എങ്കിൽ ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റ് നടത്തും. മുൻപ് നടന്ന അലോട്ട്മെന്റുകളിൽ കോളേജ് ലഭിച്ച കുട്ടികൾക്കും കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും കോളേജ് ലഭിക്കാത്തവർക്കും ഈ 2 റൗണ്ടുകളിലും പങ്കെടുക്കാത്തവർക്കും ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. ഈ സമയത്ത് കോളേജ് ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 25,000 രൂപ ഫീസ് അടയ്ക്കണം. ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 25,000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ 25,000 രൂപ തിരികെ ലഭിക്കുകയില്ല. അത് നിങ്ങളുടെ ഫീസിലേക്ക് കണക്കാക്കുന്നതാണ്. അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചില്ല എങ്കിൽ 25,000 രൂപ തിരികെ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി എയിംസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീഫണ്ട് ഓപ്ഷൻ വരുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് 25,000 രൂപ അടച്ചത് അതിലേക്ക് 25,000 രൂപ തിരികെ ലഭിക്കുന്നതാണ്, റീഫണ്ടായിട്ട് വരുന്നതാണ്. ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികളും അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് അതിൽ പറയുന്ന ഡേറ്റിൽ ജോയിൻ ചെയ്യണം. ആ സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും നൽകണം. ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് 25,000 രൂപ തിരികെ ലഭിക്കുകയില്ല. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ 10th ലെയും 12th ലെയും സർട്ടിഫിക്കറ്റ്
TC അല്ലെങ്കിൽ മൈഗ്രേഷൻ ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി. ഫോട്ടോ, ആധാർ കാർഡ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഡൊമിസൈക്കിൾ സർട്ടിഫിക്കറ്റ് ഇത് കമ്പൽസറി അല്ല. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, രജിസ്ട്രേഷൻ ID, RUC കോഡ്, അഡ്മിറ്റ് കാർഡ്, ഫീസ് അടച്ചതിന്റെ സ്ലിപ്പ്, ഓഫർ ലെറ്റർ എന്നിവയെല്ലാം കൊണ്ടുപോകണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.